കോഴിക്കോട് സിറ്റി സബ് ജില്ലാ കലോത്സവത്തിലെ ഒരു വളരെ ഭംഗിയുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് അല്ലെങ്കിൽ വിഷ്വൽസിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. സംഭവിച്ചതാണ് ഉപജില്ലാ കലോത്സവത്തിലെ 2ാം ക്ലാസ്സുകാരിയുടെ നാടോടി നൃത്തത്തിനിടെയാണ് സംഭവം ഉണ്ടാകുന്നത് അല്ലേ. അപ്പം നൃത്തം ചെയ്യുന്നതിനിടെ ചെസ് നമ്പറിലെ ആശയക്കുഴപ്പം കാരണം പാട്ട് നിർത്തിയപ്പോഴും സാൻവി രാജേഷ് എന്ന കൊച്ചുമിടുക്കി മനസ്സിൽ പാട്ട് പാടി നൃത്തം തുടർന്നു. ആശങ്കകൾ പരിഹരിച്ച് വീണ്ടും നൃത്തം പൂർത്തിയാക്കിയപ്പോൾ 1ാം സ്ഥാനവും ലഭിച്ചു. ഈ ആത്മധൈര്യത്തിന് കൈയടിക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ. അപ്പോൾ ആ നൃത്തം ഒന്ന് കാണാം. അവതരണം നമ്പർ 32. കോഴിക്കോട് സിറ്റി ഉപജില്ലാ കലോത്സവമാണ് വേദി. വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാൻവി രാജേഷ് സദസ്സിനെ വണങ്ങി നാടോടി നൃത്തം ആരംഭിച്ചു. ഏതാനും സെക്കൻഡുകൾ പിന്നിട്ടപ്പോഴേ പാട്ട് നിന്നു. സാങ്കേതിക തകരാറാണെന്ന ധാരണയിൽ സാൻവി ഒന്നും അറിയാത്ത പോലെ മനസ്സിൽ പാട്ടും പാടി നൃത്തം തുടർന്നു. ഇതിനിടെ ചെസ് നമ്പർ മാറി എന്ന അറിയിപ്പ് പിന്നണിയിൽ മുഴങ്ങി. ഇതോടെ കർട്ടനും താഴ്ന്നു. പക്ഷേ ഈ ദൃശ്യങ്ങളും സാൻവിയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഡാൻസ് പാട്ട് നിർക്കും എന്നിട്ട് കളിപ്പിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും കളിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ആക്കി മിസ്സും മാഷും ചെയ്തിട്ടാണ് അങ്ങനെ ആയത്. രണ്ടാമത് കളിച്ച് സമ്മാനം കിട്ടിയപ്പോൾ സന്തോഷമായോ? ഓ, രണ്ടാമത് കളിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? പ്രശ്നമില്ലായിരുന്നു. ഈ പാട്ട് ഓഫാക്കിയത് എന്തിനാ പാട്ട് ഓഫാക്കിയെന്ന് അറിയായിരുന്നോ? ഇല്ല. അധികൃതർക്കുണ്ടായ പിഴവ് തിരുത്തി സാൻവി വീണ്ടും നാടോടി നൃത്തം ചെയ്തു. ഫലം വന്നപ്പോൾ 41 മത്സരാർത്ഥികളെ മറികടന്ന് 1ാം സ്ഥാനവും ലഭിച്ചു. പുതിയാപ്പ സ്വദേശികളായ രാജേഷിന്റെയും സൗമ്യയുടെയും ഇളയ മകളാണ് 7 വയസ്സുകാരിയായ സാൻവി. മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. സാൻവി കുട്ടി അല്ലേ, മിടുക്കിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ പ്രവിധ നർത്തകിയാണല്ലോ, അതുപോലെ ഒരുപാട് കലോത്സവ വേദികളിൽ കയറി ഒരുപാട് കലോത്സവ വേദികളിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനും അങ്ങനെ എപ്പോഴെങ്കിലും ഇതുപോലെ പാട്ടൊന്നും നിന്നുപോയിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റാർക്കെങ്കിലും ഇതുപോലെ സുഹൃത്തുക്കൾ മറ്റൊരുപാട് കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് സി ഡി സ്റ്റക്ക് ആവുക, സി ഡി സ്റ്റക്ക് ആകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഐറ്റംസ് ഒക്കെ ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടി എനിക്ക് തോന്നുന്നു വളരെ നിഷ്കളങ്കയാണല്ലോ. 2ാം ക്ലാസ്സിലല്ലേ. അപ്പൊ കുറച്ച് മുതിർന്ന കുട്ടികളാവുമ്പോൾ അങ്ങനെ ആവില്ല. അവരത് കുറച്ചും കൂടി കോൺഷ്യസ് ആവും. അതെ, ചിലപ്പോൾ അവരെ നിർത്തും എന്താണ് സംഭവിച്ചത്. അതെ, മാത്രമല്ല എന്ത് പവർ പാക്ഡ് ആയിട്ടാണ് ആ കുട്ടി നാടോടി നൃത്തത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ എനർജിയാണ്. അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തു അല്ലേ. മിടുക്കിയായിട്ട് ഇനി ഒരുപാട് നൃത്തവേദികളിൽ എത്തട്ടെ, വലിയൊരു നർത്തകിയായി മാറട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്.